ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പം ഞാനുള്ളത് എയർപോർട്ട് ഗാർഡനിലാണ്. കൊണ്ടോട്ടി EMA കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കരിപ്പൂർ എയർപോർട്ട് ഗാർഡനിൽ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വെറൈറ്റി ഫ്രൂട്ട്സും ചെടികളൊക്കെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, പരിചയപ്പെടാം. നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടുന്ന് കാണാം. ഈ ഒരു അത്ര അടിപൊളിയായിട്ട് കായ്ച്ച് നല്ല ബുഷായിട്ട് നിൽക്കണ മാവ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. പിന്നെ ഏതോ വെറൈറ്റി പേരൊക്കെ വെക്കുന്നുണ്ട്, അതിൻ്റെ പേര് അതിൽ കാണുന്നില്ല. ഇത് നല്ല നാംഡോക്ക് മൈ ഗോൾഡ് ആണ്. ഇതാ നല്ല ബുഷായിട്ട് നിൽക്കണ. ഇതിന് വലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇതിപ്പോൾ വലിയ പ്ലാന്റ് ആണ്. ഇനി നമ്മളിങ്ങോട്ട് നോക്കിയാൽ കാണാം, ഫുള്ളി നല്ല പൂത്ത് ബുഷായിട്ട് നിൽക്കണം. ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടുപോയ എന്താണ്, കുറച്ച് പൈസ ആവും. ഇതിന് 12,500 വില വരുന്നത്. പക്ഷേ നമുക്ക് പൈസ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. ഇല്ലാത്തവർക്ക് ഇതേമാരത്തെ ഇവിടെ ചെറിയ അതിൻ്റെ തൈകളും എല്ലാ സാധനവും ഉണ്ട്. ചെറുത് മുതൽ വലുത് എല്ലാ സാധനവും ഉണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ പൂത്ത് നിൽക്കുന്നതുണ്ട്, പൂ ഇടുന്നതുണ്ട്. ചെറിയ തൈകൾ കായും പൂ ഉള്ളതുണ്ട്, പൂവും കായും വരുന്നതുണ്ട്. സെമിറോ ഈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ ഫുൾ വൈഡൊക്കെ ഒന്ന് കാണിച്ചു മൊത്തം മാവാം. ഇത് ഐവറി എന്ന് പറഞ്ഞ മാവാണ്. ഇത് ഒരു കൊലമ്മല് നോക്കി, ഒരു കൊലമ്മലുണ്ടായ മാവാണ്. ഒരു കൊലമ്മല് 5-6 കട്ട് ചെയ്തിട്ടോ. മാവിൻ്റെ ഒരു വലിയ കളക്ഷൻ ഇവിടെ ഉണ്ട്. അത്യാവശ്യം ഹെവി കായ്ച്ചതുണ്ടോ ഈ മാവ്. നോക്കി, ഒരു ഡ്രമ്മിൽ കായ്ച്ച് നിൽക്കുന്ന മാവാണ് കണ്ടോ. ഡ്രമ്മിൽ ഇതിലൊരു 10-25ഓളം മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ ബേസിക് തെയ്യുവാണെങ്കിൽ ഒരു 200-250 തെയ്യുവാണെങ്കിൽ അതൊന്നും ഇവിടെ കിട്ടും. ഇതാണോ സെമി ഒന്നും ഇവിടെ കാണിച്ചാൽ കണ്ടോ, കൊല കുത്തി കായ്ക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്ക് എല്ലാത്തിൻ്റെതും അറിയില്ല. അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ടാണ് ഇതിൻ്റെ ഓണർ നമ്മളെ കൂടെ ഇല്ലാത്തതുണ്ടോ. കൊല കുത്തി കഴിച്ചു. ഈ ഒരു ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത്. അല്ലോ, എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ പറക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ വിഷ്വൽ ആക്റ്റീവായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ 3x ഒക്കെ ഇട്ട് കൊടുത്തിട്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ നടന്നു പോകുന്നത് ഒരു കാട്ടിലൂടെ എന്നുള്ള ഫീലുണ്ട്. ഇതിപ്പോൾ മാമ്പഴത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് വൈഡ് കളക്ഷനാണ്. ഇതിൻ്റെ ഒരു ഭാഗത്തുകൂടെ മാത്രമാണ് ഞാൻ ഈ നടക്കുന്നത്. ഇപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാണ്ടെന്നറിയില്ല. വൈഡായിട്ട് അത്രയും വെറൈറ്റികൾ, പല വെറൈറ്റികൾ, ചെറുതും വലുതായിട്ട് വലിയ കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഈ കരിപ്പൂരി ഗാർഡൻ MX കോക്ടെയിൽ എന്ന് പറഞ്ഞ വ്യക്തിൻ്റെതാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ മാംഗോ മാൻ. മാവിനെ കുറിച്ച് പഠിക്കുക, അതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്ന വലിയൊരു ക്രേസുള്ള ആളാണ് MS കോക്ടെയിൽ. അദ്ദേഹത്തിൻ്റെതാണ് ഈ ഗാർഡൻ. ഇത് വൈഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഇതിപ്പോൾ ഒരു ഇതിൻ്റെ മറ്റേ സൈഡിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങ് നോക്കിയാൽ കാണാം, ഇത്രയും വൈഡ് കളക്ഷന്, മാംഗോൻ്റെ കളക്ഷൻ. ഇപ്പം ഞാൻ വേറെ നഴ്സറിയിൽ പോയിട്ട് എവിടെയും കണ്ടില്ല. അത്രയും വൈഡ് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, പൈസ ഉള്ളവർക്ക് അനുസരിച്ചിട്ടും ഇല്ലാത്തവർക്ക് അനുസരിച്ചിട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ ഓഫറുകൾ കൊടുക്കാറുണ്ട്. ഓഫർ ഇപ്പം നമ്മൾ ചെന്നപ്പോൾ ഓൾറെഡി ഓഫറുകളൊക്കെ ക്ലോസ് ചെയ്തു. അടുത്ത വീക്കിൽ പുതിയ ഓഫറുകൾ ഇടാനുള്ള പരിപാടി ഇനി. അതുകൊണ്ടാണ് നമ്മൾ ഓഫറിൻ്റെ വീഡിയോ ചെയ്യാത്തത്. ഇത് കിങ് ഓഫ് ചക്കബത്ത് എന്ന് പറഞ്ഞൊരു മാംഗോ ആണ്. ഏകദേശം ഒരു 900-1000 ഒരു കിലോൻ്റെ അടുത്ത് 800ൻ്റെ അടുത്തൊക്കെ വെയിറ്റ് വരുന്ന ഒരു അടിപൊളി മാംഗോ ആണ്. ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമാണ്. അതേമാതിരി ഫൈബർ ആരില്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ ഒട്ടനവധി വെറൈറ്റി എന്താണ് സാധനം സ്റ്റോക്കുണ്ട്. അപ്പോൾ കൊണ്ടോട്ടി എയർപോർട്ട് താഴെ. ഇത് നാംഡോക്ക് മൈ തായ്ലൻഡിൻ്റെ വെറൈറ്റിയാണ്. 7500 റുപ്യ ഡ്രമ്മോട് കൂടിയിട്ടുള്ള വില വരുന്നത്. അത് അത്ര ഓവർ പ്രൈസൊന്നും അല്ല. ഇതിൽ നിങ്ങൾ നോക്കി, കായ്ച്ച് നല്ല അടിപൊളിയായിട്ട് ഫുള്ളി കായ്ച്ച്. ആകെ ഇതിന് ചെറിയ 4 കൊമ്പേ ഉള്ളൂ. ഫുള്ളി കണ്ടോ, കായ്ച്ച് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന മാങ്ങകളാണ്. അപ്പോൾ പൈസ ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, വലിയത് കൊണ്ടുപോയി പ്ലാന്റ് ചെയ്യുക. അല്ലാത്തവർക്ക് എന്ത് ചെയ്യുക, ചെറുത് കൊണ്ടുപോയിട്ട് വെച്ചാൽ 2-3 വർഷം കൊണ്ട് കായ് ഉണ്ടാവും. നമ്മളെ വീട്ടിലൊരു മാവൊക്കെ വെച്ചിട്ട് അതിന്മേന്ന് ഒരു കായ് ഉണ്ടായി, അതിന്മേന്നൊക്കെ ഒരു മാംഗോ ഒക്കെ പറിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് പറയാൻ മനസ്സിലാവില്ല. അത് നമുക്ക് അനുഭവിച്ചറിയേണ്ട ഒരു ഫീലാണ്. അപ്പം
ഈ എയർപോർട്ട് ഗാർഡനിൽ ഇപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാംഗോൻ്റെ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫറുണ്ട്. ഓഫർ ഇപ്പം നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഓഫർ എന്ത് ചെയ്യും, അവരിപ്പം അപ്ലോഡ് ചെയ്യും. അപ്പോൾ ആവശ്യമുള്ളത് എന്ത് ചെയ്യാം, വരിക, വിസിറ്റ് ചെയ്യുക, സാധനങ്ങൾ വാങ്ങുക, കുഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നതിലൊക്കെ ഉണ്ടാക്കുക, സന്തോഷം കണ്ട്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ലൊക്കേഷൻ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യക്കാർക്ക് വരാം. അപ്പോൾ നമ്മൾ മാവ് ഒരുപാട് കണ്ട്. മാവ് മാത്രമല്ല, നല്ല വിയറ്റ്നാം സൂപ്പർ എർലിൻ്റെ പ്ലാവാണ് ഇത്. 2 അവിടെ 150 റുപ്യക്ക് ഓഫറിൽ കൊടുത്തിനാണ്. ഓഫർ ഇപ്പോൾ കഴിഞ്ഞതാണ് പറഞ്ഞത്. ഇപ്പോൾ ഒന്നിന് 150 റുപ്യ. ഒരു കൊല്ലം കൊണ്ട് ഇതിന്മേൽ കായ ഉണ്ടാവും. ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. പക്ഷേ 2 കൊല്ലമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചക്ക ഉണ്ടാവും. നല്ല സൂപ്പർ, എല്ലാ വീട്ടിലും നമ്മളെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ പിടിക്കുന്ന അടിപൊളിയാണ്. പിന്നെ നല്ല ട്രോപ്പിക്കൽ ബട്ടർ ഉണ്ട്, അതേപോലെ ദുരിയാനുണ്ട്, ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്താലും മനസ്സിലോ. ഇത് നമ്മുടെ ഡയർ ആപ്പിളാണ്. അതേപോലെ ഇത് ബട്ടറാണ്, അവക്കാടോ ആണിത്. ഇതുകൊണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരിപ്പൂർ എയർപോർട്ട് ഗാർഡൻ കുമ്പിളിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. കരിപ്പൂർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ എയർപോർട്ട് ഗാർഡൻ.